പാകിസ്ഥാനിലെ പട്ടാളത്തിൽ നിന്ന് രാജിവെക്കുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ ഒരു കുതിച്ചുചാട്ടം ഉണ്ടായിരിക്കുന്നു. പാക് പട്ടാളം പിളരുന്നു എന്ന റിപ്പോർട്ടാണ് സമ്പൂർണ്ണമായി നമുക്ക് ലഭിക്കുന്നത്. ലഫ്റ്റനന്റ് ജനറൽ ഒമർ ബൊഖാരിയുടെ ഒരു രഹസ്യ കത്ത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്, ലീക്ക് ആയിരിക്കുകയാണ്. ഈ രഹസ്യ കത്തിൽ പറയുന്നത് സൈന്യത്തിൽ നിന്ന് പഷ്തൂൺ കൂട്ടത്തോടെ രാജിവെച്ചതിനാൽ ഗോത്ര പോരാളികളെ സൈന്യത്തിന് അടിയന്തരമായി ആവശ്യമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പഷ്തൂൺ മേഖലയിലെ ഗോത്ര വിഭാഗങ്ങളിലെ പോരാളികളെ ദിവസ വാടകയ്ക്കെടുത്ത് പാകിസ്ഥാൻ പട്ടാളത്തിൽ ചേർക്കണം എന്നുള്ളതാണ്. ദിവസ വേതനത്തിൽ മിലീഷ്യകളെ നിയമിക്കണം എന്നുള്ളതാണ്. അങ്ങനെ നിയമിച്ച് തുടങ്ങി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് പാകിസ്ഥാൻ പട്ടാളത്തിൽ നിന്ന് വലിയ രാജി ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ പാകിസ്ഥാൻ പട്ടാളത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ പട്ടാളത്തിൽ ലഫ്റ്റനന്റ് ജനറൽ ഒമർ അഹമ്മദ് ബൊഖാരി കോർപ്സ് കമാൻഡർ പ്രധാനമായും പറയുന്നത്, മൈ ഡിയർ ഒമർ, the situation is more critical than we can openly acknowledge. The recent surge in resignation, particularly amongst our Pashtun Brahman, has created a significant and concerning manpower deficit within the army's ranks എന്നാണ് പറയുന്നത്. അതായത് വിവരിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് പാക് പട്ടാളത്തിലെ പ്രതിസന്ധി എന്താണ് ഇപ്പോൾ ഈ കത്തിൽ അദ്ദേഹം കൃത്യമായി പറയുന്നത്. ഇതിന്റെ മലയാളം പരിഭാഷ ഞാൻ വായിച്ചു. ആദിവാസി പോരാളികൾ, അതായത് ഗോത്ര വിഭാഗങ്ങളെ, ട്രൈബൽ പോരാളികളെ നമ്മുടെ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യണമെന്നുള്ളതാണ് ഒരു കാര്യമെന്ന് പറയുന്നത്. പഷ്തൂൺ മേഖലയിൽ നിന്ന് തന്നെ റിക്രൂട്ട് ചെയ്യണമെന്ന് പറയുന്നു. കാരണം വലിയ രീതിയിൽ രാജി നടക്കുന്നു. നമുക്ക് തുറന്ന് സമ്മതിക്കാൻ കഴിയുന്നതിലും ഗുരുതരമാണ് സാഹചര്യം. അടുത്തിടെയുള്ള രാജികളുടെ കുതിച്ചുചാട്ടം പ്രത്യേകിച്ച് നമ്മുടെ പഷ്തൂൺ സഹോദരങ്ങൾക്കിടയിൽ സൈന്യത്തിന്റെ അണികൾക്കുള്ളിൽ കാര്യമായതും ആശങ്കാജനകവുമായിട്ടുള്ള മനുഷ്യശക്തി കമ്മി സൃഷ്ടിച്ചു. ഈ കുറവ് ഞങ്ങളുടെ പ്രവർത്തന ശേഷിയെ ബാധിക്കുന്നു. താൽക്കാലികമായെങ്കിലും ഞങ്ങൾ ഉടൻ പരിഹാരം കാണേണ്ടതുണ്ട്. അതിനാൽ വിശ്വസ്തരായ പഷ്തൂൺ ഗോത്രങ്ങളിൽ നിന്ന് പോരാളികളുടെ സേവനം പ്രതിദിനം പേയ്മെന്റ് അടിസ്ഥാനത്തിൽ സുരക്ഷിതമാക്കുന്നതിന് വളരെ സെൻസിറ്റീവും വിവേകപൂർണവുമായ ഒരു പ്രവർത്തനം ഏറ്റെടുക്കാൻ ഞാൻ നിങ്ങളോട് നിർദ്ദേശിക്കുന്നു. അനക്സർ എൽ നൽകിയിരിക്കുന്ന ഡാറ്റ നിങ്ങളുടെ ഉത്തരവാദിത്ത മേഖലയെ നിരവധി പ്രധാന ഗോത്രങ്ങളെയും അവരുടെ ഏകദേശ ജനസംഖ്യാ പ്രദേശങ്ങൾ, ജീവിച്ചിരിക്കുന്ന പ്രമുഖ നേതാക്കൾ എന്നിവയും പ്രതിനിധീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗോത്ര വിഭാഗങ്ങളുടെ ഒരു ഡേറ്റ, എവിടെയൊക്കെ എത്ര ഗോത്ര വിഭാഗങ്ങളുണ്ട്, അവർ എത്രയാണ്, അവരുടെ നമ്പർ എന്നൊരു ഡേറ്റയും ഈ കത്തിന്റെ കൂടെ ഈ ലഫ്റ്റനന്റ് ഒമർ അഹമ്മദ് ബൊഖാരി വച്ചിട്ടുണ്ട്. അസീം മുനീറിനെ അയച്ച ഒരു കത്താണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. എന്തായാലും പാക് പട്ടാളത്തിൽ ഇപ്പോൾ ആളില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മദ്രസകളടക്കം പാകിസ്ഥാനിലെ അടച്ചുപൂട്ടി, ഈ പാക് അധീന കശ്മീരിലെ സ്കൂളുകൾ അടച്ചുപൂട്ടി. സ്കൂൾ ഗ്രൗണ്ടുകളിൽ അവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് പാകിസ്ഥാൻ ഇപ്പോൾ ട്രെയിനിങ് കൊടുക്കുകയാണ്, മിലിറ്ററി ട്രെയിനിങ് കൊടുക്കുകയാണ്. സ്ട്രക്ചറിൽ ആൾക്കാർ എങ്ങനെയാണ് എടുത്തുകൊണ്ട് പോകേണ്ടത്, ഫയർ എക്സ്റ്റിംഗ്വിഷർ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, തോക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എന്നിങ്ങനെയുള്ള ട്രെയിനിങ് കൊടുക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളും മറ്റു മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞതാണ്. അതിന്റെ കൂട്ടത്തിലാണ് ഇപ്പോൾ ഈ പഷ്തൂൺ മേഖലയിൽ നിന്ന് ഗോത്ര പോരാളികളെ ഇറക്കണം, പാകിസ്ഥാൻ പട്ടാളത്തിൽ ആളില്ല എന്ന അതിഗുരുതരമായിട്ടുള്ള പ്രശ്നം പാകിസ്ഥാൻ പട്ടാളം നേരിടുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.